ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സ്വാഗതം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സായം സന്ധ്യയിലെ അല്ലെങ്കിൽ രാത്രി ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാസ ലോകത്തുള്ള എൻ്റെ സൗഹൃദങ്ങളോടാണ്. നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മറ്റു രാജ്യത്തിലുള്ള ആൾക്കാരുടെ, ഇന്ത്യ പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ള ആൾക്കാർക്കുള്ള ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാസികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഇത് തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇനി മുതൽ പ്രവാസികൾക്ക് മാത്രമായി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ തീരുമാനിച്ചതാണ്. ഈ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. കാരണം ഇവിടുത്തെ സമയം ഏകദേശം ഏറെക്കുറെ ഒരു മണിക്കൂറിന് വ്യത്യാസമുള്ള രാജ്യങ്ങളായതുകൊണ്ടാണ് UAE-യിലും ഖത്തറിലും കുവൈറ്റിലും സൗദി അറേബ്യയിലും ഒക്കെയുള്ള ബഹ്റിനിലും ഒക്കെയുള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സമയനിഷ്ഠ പാലിച്ച് ഇപ്പോൾ ഈ സമയം വെച്ചിരിക്കുന്നത്. ഇവിടെ സമയം ഇപ്പോൾ 9 മണിക്കാണ് ക്ലാസ് തുടങ്ങിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് വേണമെങ്കിൽ പ്രവാസികളായ ആർക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാം. മറ്റുള്ളവർ ജോയിൻ ചെയ്യേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന പല വിഷയങ്ങളും ഒരു യഥാർത്ഥ പ്രവാസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കാരണം പ്രവാസിയെ മനസ്സിലാക്കാൻ സാധാരണ ആൾക്കാർക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. പ്രവാസിയുടെ സാധാരണ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന പേരാണ് കറവപ്പശു എന്നുള്ളത്. ആ കറവപ്പശു ആവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാട്ടിലുള്ളവർ നമ്മളെ പൊതുവെ കറന്നുകൊണ്ടേയിരിക്കും. പക്ഷെ പഴയതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ അല്ല അവർ കറക്കുന്നത്. നമ്മൾ നമ്മുടെ അകിട് കൊണ്ടുപോയി അങ്ങോട്ട് വെച്ചിട്ട് പറയാണ്, വേണമെങ്കിൽ കറന്നെടുത്തോ, എൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. അത്രയും മാറ്റം അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുണ്ട്. കാരണം അവിടെ ഇഷ്ടം പോലെ സംഭവം കിട്ടുമ്പോൾ വേണ്ട. എന്നിട്ടും എൻ്റെ മകൻ എന്തേ നന്നാവാത്തെന്ന് പറഞ്ഞ് മാസാമാസം കാശ് അയച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്കുള്ള മക്കൾക്കുള്ള കാശ് ഇവിടുന്ന് കൃത്യമായി അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എന്തിനാണ് എന്ന ചോദ്യം ചോദിക്കാൻ പോലും ശക്തനല്ലാത്ത രീതിയിൽ പ്രവാസി ദുർബലപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇവിടെ ഈ ക്ലാസ് വെക്കാനുള്ള പ്രധാന കാരണം. അങ്ങനെ ദുർബലരായി മാറേണ്ടതല്ല പ്രവാസികൾ എന്ന് ഒരു തിരിച്ചറിവുണ്ടാക്കുകയും അവനവൻ്റെ ജീവിതത്തെ ഉയർത്തേണ്ടതും അവനവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതും അവനവൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ ഇനി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ മാത്രമല്ല, കാനഡയിലോ മറ്റേ UK-യിലോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് നമ്മുടെ യൂട്യൂബിൽ വ്യൂസ് ഇല്ലാത്ത ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ആ ചാർട്ട് നോക്കിയപ്പോൾ. അതുപോലെ പാകിസ്ഥാനികൾ കാണുകയും വേണം. പാകിസ്ഥാനികൾ എന്നോട് എപ്പോഴും പറയുന്നുണ്ട്, ഹിന്ദി ക്ലാസ് വെക്കോ സബ്ജി നമുക്ക് ദേഖനേക്കാ എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഹിന്ദി ക്ലാസ് തുടങ്ങണമെന്ന് കരുതിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരും കേൾക്കാൻ തുടങ്ങിയാൽ, പക്ഷേ സമയം കൂടി പരിമിതമായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മൾ ഈ ക്ലാസ് ഇവിടെ സ്ഥിരമായി വെക്കാനായിട്ട് തീരുമാനിച്ചത് 1-ാം തീയതി വെച്ചാണ്. 1/5 എന്ന് വെച്ചാണ്. ഇപ്പം എനിക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് വെയിറ്റ്, ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ്. പക്ഷേ യാദർച്ഛികമായിട്ട് ഇന്നത്തെ ദിവസത്തിലാണ് പൂർണ്ണമായ ഒരു ക്ലാസ് തുടങ്ങാനുള്ള സമയമായത്. ഇത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, പ്രപഞ്ചത്തിന്റെ ഗൂഢാലോചന മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ അതിയായി ഏതെങ്കിലും ഒരു കാര്യത്തെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തും എന്ന തത്വം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല, ലോ ഓഫ് അട്രാക്ഷന്റെ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന തത്വമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തും. അൽക്കമിസ്റ്റിൽ പറഞ്ഞ പ്രശസ്തമായ കാര്യമാണ്. അതേപോലെ എൻ്റെ അതിയായ ആഗ്രഹമായിരുന്നു UAE-യിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് വേണ്ടി മാത്രം ക്ലാസ്സുകൾ നടത്തുക. ആ പ്രപഞ്ചം ഗൂഢാലോചന നടത്തിയതിൻ്റെ തത്വമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് ഈ ക്ലാസ് നിങ്ങൾക്ക് എടുക്കാനുള്ള പ്രധാന കാരണം 6/6 എന്ന് പറയുന്ന ഗോൾഡൻ പോർട്ടലിന്റെ ഓപ്പണിംഗ് ദിവസമാണ്. ഇത് മാനിഫെസ്റ്റേഷൻ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക്, ലോ ഓഫ് അട്രാക്ഷൻ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എനർജിയുടെ ദിവസമാണ് 6/6. ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, 6/6 എന്നുള്ളത്. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഈ ക്ലാസ് തുടങ്ങിയ സമയം
21:21 ആയിരുന്നു. 21 മിനിറ്റും 21ാമത്തെ അവറിൽ 21ാമത്തെ മിനിറ്റിലാണ് നമ്മൾ ഈ ക്ലാസ് പൂർണ്ണമായി തുടങ്ങി വെച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ തീരുമാനിച്ച് ചെയ്തതാണെന്ന്. ഇങ്ങനെ ആരെങ്കിലും വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യവുമല്ല ഇതൊക്കെ. ഇത് പ്രപഞ്ചത്തിന്റെ ചില തത്വങ്ങളാണ്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളെ പറ്റി ഞാൻ പറയാം. നിങ്ങൾ എത്രയോ കാലങ്ങളായി ഇതുപോലെ ക്ലാസ്സുകളിൽ എത്താനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പലപ്പോഴും ഇങ്ങനെയുള്ള ശ്രമിച്ചിട്ടുമുണ്ടാവും. എന്നാൽ ഇരിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന്. ഈ രാജ് സാറൊക്കെ എത്രയോ ക്ലാസ്സുകൾ പല തിരക്കിലും നടന്നുകൊണ്ടിരിക്കുന്ന ആള് എല്ലാ സമയത്തും ഇപ്പോൾ നമ്മളുമായി കണക്ട് ചെയ്തതിന് ശേഷം ഇത്തരം ക്ലാസ്സിൽ ഇരിക്കാൻ സാറിന് എവിടെ നിന്ന് സമയം കിട്ടിയെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. പക്ഷേ നമ്മുടെ ഗൂഢാലോചനയല്ല ഇത്. പ്രപഞ്ചം അതിനു വേണ്ടി തയ്യാറാക്കി നിർത്തിയതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്നതിൻ്റെ വളരെ ലളിതമായ ഉത്തരം നമുക്ക് കിട്ടും. നമ്മൾ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ ഒരു വഴികളുമില്ല. അത് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇന്നത്തെ വിഷയം, ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് വളരെ ലളിതമായി ഇന്നത്തെ കാര്യം പറഞ്ഞു പോകാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6/6 എന്ന് പറയുന്നതാണ്. ഇന്നത്തെ ദിവസം ജൂൺ 6-ാം തീയതി, 6-ാം മാസത്തിലെ 6-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഊർജപരമായി അല്ലെങ്കിൽ എനർജിപരമായിട്ട് വലിയ മാറ്റങ്ങളുടെ ദിവസമാണ്. ഈ ദിവസം പ്രപഞ്ചത്തിലെ സർവ്വ ഊർജ തരങ്ങളിലും മാറ്റമുണ്ടാകുന്നു. ആർക്കാണ് മാറ്റമുണ്ടാകുന്നത്? യഥാർത്ഥത്തിലുള്ള കോസ്മിക് ഊർജ തരംഗങ്ങളെ ശക്തമായ രീതിയിൽ അവനവനിലേക്ക് എത്തിക്കാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി കാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു തത്വമാണ്, ഒരു ദിവസമാണ് ഇന്നത്തെ. മറ്റുള്ളവർക്ക് ഈ ദിവസങ്ങൾ ഉണ്ടാവും, പക്ഷെ അവരാരും അതിനെ അറിയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? സംഖ്യാശാസ്ത്രപരമായി 6/6 പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കുക. ആ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പ്രത്യേകതയും നിങ്ങളുടെ ജീവിതവും ഇപ്പോൾ കണക്റ്റഡ് അല്ലേ എന്നൊന്ന് വിശകലനം ചെയ്തു നോക്കുക. സംഖ്യാശാസ്ത്രപരമായി 6 എന്ന സംഖ്യ സമത്വത്തിനെയും സ്നേഹത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും ഉത്തരവാദിത്യ ബോധത്തിൻ്റെയും ഐക്യത്തിനെയും പ്രതിനിധീകരിക്കുന്നു എന്ന് തിരിച്ചറിയുക. എല്ലാത്തിനെയും സമതുലിതമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ അന്തർലീനമായ ആ സത്യത്തിനെയാണ്. നിങ്ങൾ എല്ലാത്തിനെയും ഈക്വാലിറ്റിയിലൂടെ കാണാനും, എന്നെപ്പോലെ ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടതുപോലെ മറ്റുള്ളവനും ഉണ്ടാവണമെന്നും, എന്താ പറയുക, എല്ലാവർക്കും നന്മയുണ്ടാവണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവർക്കും നന്മയുണ്ടാവണം, എനിക്കും എൻ്റെ ചുറ്റുവട്ടമുള്ളവർക്ക് എല്ലാവരിലും നന്മയുണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ 6 കാണുന്നത് സത്യസന്ധമായ അവസ്ഥയാണ്. എങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക, യെസ് ഐ ആം ഇൻ ടു ദാറ്റ്. എങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് യഥാർത്ഥമായ കാര്യത്തിലാണ്. നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം 100 കണക്കിന് ആൾക്കാർ ഉണ്ടായിട്ടും എന്തേ എല്ലാവർക്കും എത്താൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമായിട്ടുള്ളൂ. ബുദ്ധൻ പണ്ട് പറഞ്ഞ പോലെ സമയമായില്ല പോലും. സമയമായത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതും നിങ്ങൾ എല്ലാവരും സമത്വത്തിലൂടെ കാണാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറായി എന്ന് നിങ്ങളോട് പ്രപഞ്ചം പറയുകയാണ്. നിങ്ങളുടെ ചിന്താഗതിയും പ്രപഞ്ചത്തിന്റെ തത്വവും ഈക്വലാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരുമായിട്ടും സ്നേഹത്തോടു കൂടി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടെയും എനിക്കെല്ലാവർക്കും സ്നേഹം നൽകുകയും ഞാൻ എല്ലാവരിൽ നിന്നും സ്നേഹം സ്വീകരിക്കാനും സദാ തയ്യാറായവർ നിങ്ങൾക്ക് മാത്രമേ ഈ ഗോൾഡൻ പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഇതില്ലാത്തവർക്ക് ഗോൾഡൻ പോർട്ടൽ ഓപ്പൺ ആവില്ല. അവർ ഇവിടെ കാണാനും ഇക്കാനും നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവരും ഇതുപോലെ ആയിരിക്കും. നിങ്ങൾ സത്വത്തിൽ എല്ലാവരോടും സ്നേഹത്തിൽ രൂപത്തിൽ പെരുമാറാനും സ്നേഹം നൽകാനും ലഭിക്കാനും നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞു എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾ ഒരു ശരിയായ പാതയിലാണെന്ന് നിങ്ങൾ തീരുമാനിക്കാം. മൂന്നാമത്തെ കാര്യം, കുടുംബ ബന്ധങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ടോ?
നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സ്നേഹത്തിലൂടെ അവരെയും നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ അതിനെയും യെസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് പ്രപഞ്ചം നിങ്ങളെ കാണിച്ചു തരുന്ന ദിവസമാണ് 6/6. ഈ 6 എന്നുള്ള സംഖ്യ അത്രയും മതി. നിങ്ങൾ നാളെ ഇറങ്ങുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ വണ്ടിയുടെ നമ്പർ 6/6 കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങൾ ഈ കുടുംബത്തെ ബന്ധങ്ങളിൽ അത്രയും പ്രാധാന്യം നൽകുന്നു. നിങ്ങൾ കുടുംബപരമായ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിന് യൂണിവേഴ്സ് നിങ്ങളോട് കൂടെ നിൽക്കുന്നു എന്നുള്ളത്. ഇനി അടുത്ത തത്വം എന്ന് പറയുന്നത്, ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണെന്ന് ഞാൻ പറയുന്ന പോലെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെയും നിങ്ങളുടെ ചുറ്റുപാടുള്ളവരുടെ ജീവിതത്തിന്റെയും ഒക്കെ സ്നേഹത്തിലൂടെയും മറ്റും ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നു എങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. നിങ്ങൾ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ച പോലെ തന്നെ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നതുകൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്വ ബോധം, നിങ്ങളിലുള്ള ഉത്തരവാദിത്വ ബോധം സത്യസന്ധമാണെന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. നിങ്ങളുടെ ആ തത്വത്തോട് പ്രപഞ്ചം ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പോകുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് അതിനുള്ള അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിലൂടെ ജീവിതത്തിന്റെ ഭാവത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവരുമായി ഐക്യത്തിലൂടെ, എല്ലാവരുടെയും സമത്വത്തിലൂടെ, ഐക്യത്തിലൂടെ എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് സമത്വ ഭാവനയുടെ ഐക്യപ്പെട്ടുകൊണ്ട് പോകാനാണ് താല്പര്യം ഉള്ളതെങ്കിൽ അതുള്ളവർക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. 6 എന്ന് പറയുന്ന സംഖ്യ അതിന് ദിവസമാണ്. എല്ലാത്തിനോടും ഐക്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. എല്ലാവരോടുമായി നല്ല ഐക്യമത്യം മഹാബലം എന്ന് പറയുന്ന പോലെ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. കൂട്ടായി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് മാസ്റ്ററിയും നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ഈ പ്രപഞ്ചം നമ്മളോട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ പ്രതലം നിങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത്രയും കൃത്യമായി നമ്മളുടെ ഐക്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന്, ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് നിങ്ങൾക്ക് ഈ ഗോൾഡൻ പോർട്ടൽ ഓപ്പൺ ആക്കി തന്നതിലൂടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ നിലവിലുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കി പോകുമ്പോൾ എല്ലാത്തിനെയും സമഭാവനയിലൂടെ കണ്ടുകൊണ്ട്, സ്നേഹനിർമ്മലമായി കണ്ടുകൊണ്ട്, കുടുംബ ബന്ധങ്ങളിൽ എല്ലാത്തിനും നമ്മൾക്ക് അതിൻ്റെ മൂല്യം നൽകിക്കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ ഐക്യത്തോടെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നമ്മുടെ എനർജിയുടെ ശക്തി ഇരട്ടിയാകുന്നു. ഇത് ഭൗതികവും ആത്മീയവുമായ നമ്മുടെ ലോകത്തെ ബന്ധിപ്പിക്കുന്നു. അതിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ നടന്നെടുക്കുന്നു എന്നാണ്. നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പോർട്ടലാണ് ഇന്നിവിടെ ഓപ്പൺ ആക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ സമൃദ്ധി നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമല്ല നമുക്ക് യഥാർത്ഥ സമൃദ്ധി ലഭിക്കുന്നത്, മറിച്ച് പൂർണ്ണമായ ഐക്യത്തിലൂടെ അതിലൂടെ നമ്മൾ നടന്നുകൊണ്ട് പോകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമൃദ്ധി നമ്മളിലേക്ക് ലഭിക്കുന്നത്. അതിനുള്ള പോർട്ടലാണ് നിങ്ങൾക്ക്, അതിനുള്ള പാതയാണ്, ഡോറാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 6/6 എന്ന സംഖ്യയുടെ ശക്തി നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഊർജത്തിന്റെ ആ കൃത്യമായ ഒരു ആംപ്ലിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇന്നലെ വരെ ഉണ്ടായ നിങ്ങളല്ല നാളെ മുതൽ ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾ അടുത്ത തലങ്ങളിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പ്രപഞ്ചം കൂടി തയ്യാറായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും വികാരങ്ങളെയും ഇന്ന് മുതൽ വിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്നലെ വരെ ചിന്തിച്ച നിങ്ങളല്ല ഇന്ന് ചിന്തിക്കുന്ന രീതി, ഇന്നലെ വരെ നിങ്ങൾ ചിന്തിച്ചത് പോലെയല്ല ഇനി മുതൽ നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളിൽ പ്രപഞ്ചത്തിന്റെ ഊർജം കൂടുതൽ സംജാതമായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പ്രപഞ്ചം പറയുന്നത് കേൾക്കുകയും അതിനെ അവബോധത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇനിയുള്ള
നിങ്ങളുള്ള കർത്തവ്യം എന്നറിയുക. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പഠിക്കുന്നവർക്ക് അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്നത്? ആകർഷണ നിയമം നമ്മളോട് പറയുന്നത് സമാനതകൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സമാനമായിട്ടുള്ള എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കി. ഐക്യത്തെ ആഗ്രഹിക്കുന്നു നിങ്ങൾ, അത് നിങ്ങൾ സത്യസന്ധമായി ആഗ്രഹിക്കുന്നു, അത് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്ന് പ്രപഞ്ചം കാണിച്ചു തരുന്നു. സ്നേഹം നിങ്ങൾ ആകർഷിക്കുന്നു, സ്നേഹം നിങ്ങളിലുണ്ട്, അപ്പോൾ നിങ്ങൾ അത് ആകർഷിക്കുന്നു, അത് തുല്യമായത് നിങ്ങൾ ലഭിക്കുകയും സംഭവിക്കുമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു. സമാനതമായവകൾ പരസ്പരം ആകർഷിക്കുമെന്ന് ആകർഷണ നിയമം പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ പറയുന്നത് അതിനേക്കാൾ ഉയർന്ന ഒരു തരത്തിലാണ്. അതായത് നമുക്ക് വേണ്ടത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് നമ്മൾ അതായി തീരുകയാണ് ചെയ്യേണ്ടത്. സ്നേഹമാണ് നമുക്ക് ആവശ്യമെങ്കിൽ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം, നമ്മൾ അതായി തീരണമെന്ന്. നമുക്ക് വേണ്ടത് എന്താണെന്ന് പ്രതീക്ഷിക്കുക മാത്രമല്ല, ആ ആവൃത്തിയിലേക്ക്, ആ ഫ്രീക്വൻസിയിലേക്ക്, ആ വൈബ്രേഷനിലേക്ക് നമ്മൾ എത്തപ്പെടണം. അപ്പോഴാണ് നമുക്കത് ലഭിക്കുക. ചിന്തിക്കുക, കാണുക, വിശ്വസിക്കുക എന്ന് പറയുന്നത് പോലെ അതായി തീരുക എന്ന്. അപ്പോൾ സ്നേഹം വേണോ? ആദ്യം നമ്മൾ സ്നേഹമായി മാറണം. സമൃദ്ധി വേണോ? നമ്മൾ ആദ്യം സമൃദ്ധിയിൽ നിലകൊള്ളണം എന്നുള്ളത്. ഇത് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്നതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താണ് ഇന്നു മുതൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞു പോകാം. പ്രാക്ടീസ് ചെയ്യേണ്ട നിങ്ങൾ കാര്യങ്ങൾ. ഒന്നാമതായി ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം പഴയതിനെ വിട്ടുകളയുക. കാരണം ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പഴയതിനെ വിട്ടുകളയുക. എന്താണ്? നിറഞ്ഞ കപ്പിൽ പുതിയതൊന്നും ഒഴിക്കാൻ കഴിയില്ല എന്നുള്ള തത്വം അറിയണം. അപ്പോൾ പഴയ വിശ്വാസങ്ങൾ, ഭയങ്ങൾ, അവനവനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ്സുകൾ, അതിനെ വിട്ടുകളയുക. ഞാൻ ഇന്നലെ വരെ ചെയ്തതല്ല, ചിന്തിച്ചതല്ല ഇനി മുതൽ ചിന്തിക്കുന്നത് എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ പഴയ നിറഞ്ഞ കപ്പ് മാറ്റി അവിടെ പുതിയ കപ്പ് കൊണ്ടുവയ്ക്കാൻ സാധിക്കണം. പഴയതിനെ വിട്ടുകളയുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇന്നലെ ഞാൻ എന്തായിരുന്നു എന്നതിനെയല്ല, ഇന്നു മുതൽ ഞാൻ എന്താവണം എന്നതാണ് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസത്തെ പ്രത്യേകത. ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് വേണ്ടാത്ത എന്ത് ഊർജമാണ് എന്നിലുള്ളത് അതിന് ഞാൻ കളയുക തന്നെ വേണം. ഞാൻ എന്നെ രൂപപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നിടത്താണ് മാറ്റം തുടങ്ങുന്നത്. അപ്പോൾ പഴയതിനെ വിട്ടുകളയുക എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രക്രിയ ഇപ്പോൾ മുതൽ നിങ്ങൾ തുടങ്ങുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടങ്ങുക. എന്താണ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ നിത്യവും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പുതിയ റിച്വൽസ്, പുതിയ കൃത്യങ്ങൾ നിങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ക്വാണ്ടം ജമ്പിങ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഒരു സിസ്റ്റം ഉണ്ട്, ക്വാണ്ടം ജമ്പ്. അതായത് നിലവിലുള്ള അവസ്ഥയിൽ നിന്നും തെരഞ്ഞെടുത്ത മറ്റൊരവസ്ഥയിലേക്ക് ഒരൊറ്റ ജമ്പിങ്. ഒരു സമയവും അതിന് മാറ്റിവെക്കില്ല. നാളെ ആവട്ടെ എന്നില്ല, ഇപ്പോൾ ഈ നിമിഷത്തിൽ അതിലേക്ക് ചാടുക എന്ന് പറയും. നമ്മളെ ഇതുവരെ ചെയ്യാത്ത പ്രക്രിയ. ഉദാഹരണമായിട്ട് ഞാൻ പറയാം എന്താണ് ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കൃത്യങ്ങൾ നിങ്ങൾ മാറ്റേണ്ടത് എന്ന്. ഉദാഹരണമായി പറയാം, ഇതുവരെ നിങ്ങൾക്ക് എഴുതി വെക്കുന്ന ശീലമില്ലായിരുന്നു. അതായത് ഉദ്ദേശങ്ങളെ, ആഗ്രഹങ്ങളെ എഴുതി വെക്കുന്ന ശീലമില്ലായിരുന്നു എന്ന് കരുതിക്കോളൂ. എങ്കിൽ തുടങ്ങേണ്ടത്, ഇപ്പോൾ മുതൽ തുടങ്ങേണ്ടത് എഴുതാൻ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ആവശ്യങ്ങളെ എഴുതാൻ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ഉദ്ദേശങ്ങളെ എഴുതാൻ തുടങ്ങിക്കോളൂ. കാരണം നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം പ്രപഞ്ചം ഒരുക്കി തന്നിരിക്കുന്നു. എഴുതാൻ തയ്യാറായവർ പറയൂ, യെസ് എന്ന് പറയൂ. ഞാൻ എൻ്റെ ഉദ്ദേശങ്ങളെ ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ എഴുതാൻ തയ്യാറാകുന്നു. ഞാൻ ഈ നിമിഷം മുതൽ എന്നെ മാറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ തയ്യാറാവുന്നു എന്നുള്ളത് പറഞ്ഞ് എത്ര പേർക്ക് പറയാൻ പറ്റും? യെസ് എന്ന് പറയും. ഈ നിമിഷം തന്നെ പോകുക, ഒരു പുസ്തകം മേടിക്കുക, എൻ്റെ ആഗ്രഹം, എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ എഴുതി വെക്കുന്നു. ഒരു തർക്കവും ഇല്ല, സംഭവിക്കുക. എത്ര പേർക്ക് പറ്റും? അവരിന്ന് മുതൽ എൻ്റെ ഇപ്പൊ നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവർ പറയാം, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെയാണ് നിങ്ങൾ പറയുന്നത്, നാളെ എഴുതിക്കോളൂ.
എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എഴുതി തയ്യാറാക്കുക. ഇത് ഇന്നലെ വരെ ചെയ്തില്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ ചെയ്യാൻ തുടങ്ങാം. നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ നിന്നുള്ള ഉദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക. എന്തിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അത് ആഗ്രഹിക്കുന്നത്, എഴുതൂ. അത് മനസ്സിന്റെ ആഴത്തിൽ നിന്ന് വരട്ടെ. രണ്ടാമത്തെ കാര്യം, ഇതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത കാര്യം, നിങ്ങൾ എത്ര പ്രാവശ്യം ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര തവണ നിങ്ങൾ വ്യായാമത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര നിങ്ങൾ ധ്യാനത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം നിങ്ങൾ ധ്യാനത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം നിങ്ങൾ ദിവസവും വ്യായാമത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ ഇത് പാകപ്പെടുത്താൻ, നമ്മൾ ശാന്തമായി നിലനിർത്താൻ, ചിന്തകളെ ക്രമീകരിക്കാൻ 10 മിനിറ്റ് മാത്രം ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്താൽ മതി. ഓൺലി 10 മിനിറ്റ്സ്. ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങും. എക്സസൈസ് ചെയ്യാത്തവരാണോ നിങ്ങൾ, ഇപ്പോൾ തുടങ്ങും. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നുമില്ല, 4 ചാട്ടം, 4 കൈ ഒറ്റയ്ക്കല്, 4 ജമ്പിങ്, ഇത് നമ്മളെ വലിയ മാറ്റത്തിന് നിർത്തും. മെഡിറ്റേഷൻ വേണോ, നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്തോളൂ. 10 മിനിറ്റ് നേരം കണ്ണടച്ചിരിക്കുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക. യു ആർ ഇൻ മെഡിറ്റേഷൻ. വേറെ ഒന്നും ചെയ്യണ്ട. ഇനി പഴയ കാര്യങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറാവൂ. പഴയ പരിമിതമായ വിശ്വാസങ്ങളെ, നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ആരാണസൺ പറഞ്ഞത്, എനിക്ക് പഴയ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാനത് മാറ്റിയെന്ന്. എൻ്റെ അടുത്തൊരു പ്രക്രിയ കൂടി പറയാം. നിങ്ങൾക്കുണ്ടാവുന്നുള്ള പഴയ വിശ്വാസങ്ങളെ, പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ എഴുതുക. ഒരു കടലാസിൽ ഇപ്പോൾ എഴുതി വെക്കുക, എനിക്ക് ഇത്രയും പഴയ വിശ്വാസങ്ങളുണ്ട്, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, എഴുതി വെക്കുക. എന്നിട്ട് അതിനെ കത്തിച്ച് കളയുക. ഇത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. നിങ്ങളുടെ ആ വിശ്വാസങ്ങൾ, നിങ്ങൾക്ക് എന്താണോ എപ്പോൾ നിങ്ങൾക്ക് പരിമിതമായി തോന്നിയ വിശ്വാസങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കൂ. എന്നിട്ട് തൊട്ടടുത്ത നിമിഷം അത് കത്തിച്ചു കളയുക. അതോടുകൂടി അത് കഴിഞ്ഞു, അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, വളരെ ലളിതമായ കാര്യമാണ്. നമ്മുടെ പഴയ വിശ്വാസങ്ങൾ എഴുതി തയ്യാറാക്കുക, എന്നിട്ട് കത്തിച്ചു കളയും. ഒരു സംശയമില്ല. ഗീത ഇന്നലെ പറഞ്ഞു, എനിക്ക് മാറണം സാറേ, മാറിയേ പറ്റുള്ളൂ. മാറൂ, ഇപ്പോൾ മുതൽ മാറൂ. എന്തെന്നെ അമാന്തയ്ക്കുന്നു, എന്തിനാ സമയം? ഈ മാസം മുതൽ കിട്ടിയ ശമ്പളം കൃത്യമായി ബാങ്ക് അക്കൗണ്ടിൽ പോകട്ടെ. ആരെങ്കിലും നിങ്ങളോട് പരാതി പറഞ്ഞാൽ അവരോട് പറയും, എനിക്ക് സമയമില്ല നിങ്ങളെ കേൾക്കാൻ. നമ്മൾ ഒരു ലക്ഷ്യബോധത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമ്മളോട് സംസാരിക്കാൻ ആൾക്കാർക്ക് സമയമുണ്ടാവില്ല. ആശാലക്ഷ്മി കഴിഞ്ഞ പ്രാവശ്യം പറയാണ്, സാറേ പണ്ടൊക്കെ കുടുംബത്തിൽ എല്ലാവരും വിളിച്ച് സംസാരിക്കായിരുന്നു, ഇപ്പോൾ ആർക്കും എന്നെ വിളിക്കാൻ സമയമില്ല. കാരണം എന്താ അറിയോ? അവർക്ക് സമയമില്ല എന്നല്ല, ആശാലക്ഷ്മിക്ക് അവരോട് സംസാരിക്കാൻ സമയമില്ല. ഇവിടെ ക്ലാസ്സിലായി ശ്രദ്ധ മുഴുവൻ, ഫോക്കസ് മുഴുവൻ ഇതിലോട്ട് വന്നപ്പോൾ മറ്റുള്ളവർക്ക് വിളിക്കാൻ ഇവിടെ നമ്മൾ സ്ഥലം കൊടുക്കുന്നില്ല. നീ എന്നെ വിളിച്ചോളൂ, എന്നോട് പരാതി പറഞ്ഞോളൂ, നിങ്ങൾ എന്താ പറയാ, നമ്മുടെ പരദൂഷണം പറഞ്ഞോളൂ. അതിനുവേണ്ടി ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചു പറയും. ഇവിടെ എൻ്റെ അടുത്ത് അത് സൗകര്യമില്ലെങ്കിൽ ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ച നിയമങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ ഏത് ഊർജത്തിലേക്കാണോ കൊടുത്തിരിക്കുന്നത് ആ ഫ്രീക്വൻസി നിങ്ങളിലേക്ക് വരും. നിങ്ങളത് കൊടുക്കാതിരിക്കുമ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം നിഷാ സിംഗ് ഇതേ കാര്യം എന്നോട് പറയണ്ട. കാരണം പണ്ടൊക്കെ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വലിയ വലിയ കാര്യത്തിൽപ്പെട്ടു. ഇപ്പം എനിക്ക് ഒന്നും തോന്നുന്നില്ല. കൃത്യമായി ക്ലാസ്സിലിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഫോക്കസ് ചെയ്യുക, കൃത്യമായി ജീവിതത്തിൽ വേണ്ടതിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടായി. കറക്റ്റാണ്, അത് വളരെ കൃത്യമായി പോകണം. അപ്പോൾ നമുക്ക് പരിമിതമായ വിശ്വാസങ്ങളെ ഒരു കടലാസിൽ എഴുതി നിങ്ങൾ ഇന്ന് തന്നെ കത്തിച്ചു കളയുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വപ്ന ജീവിതം എന്താണ് അത് മനസ്സിൽ കാണുക, അതിനുള്ള വികാരങ്ങൾ ഉള്ളിൽ അനുഭവിക്കുക എന്ന് പറയുന്നു. ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യം, ആരായി തീരണം, അതൊന്ന് സ്വപ്നത്തിൽ കൊണ്ടുവരൂ. മനസ്സിന്റെ ഡേ ഡ്രീമിംഗ് എന്ന് പറയും. ഡേ ഡ്രീമിംഗ് കൊണ്ടുവരിക, അതിൽ മനസ്സിൽ കാണുക, അതിലുള്ള വികാരങ്ങളെ ഉള്ളിൽ അനുഭവിക്കുക. ഞാൻ രാജ് സാറിനോട് ഒറ്റ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇപ്പോൾ എന്തിനെ പറ്റിയിട്ടാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം എന്നും നിങ്ങൾക്കൊന്ന് സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ റിസൾട്ട് ഇന്നതായിരിക്കണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അതിനൊന്ന് സ്വപ്നം കാണുമോ? അത് ലഭിക്കുമ്പോഴുള്ള നിങ്ങളുടെ വികാരത്തെ നിങ്ങളൊന്ന് അനുഭവിക്കൂ. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇത് ലോ ഓഫ് അട്രാക്ഷൻ നിയമമാണ്. അത് കാണാൻ പറ്റുന്നില്ല, അത് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. ഇന്ന് തന്നെ നിങ്ങളൊന്ന് തുടങ്ങും. അഞ്ചാമത്തെ കാര്യം, ദിവസാവസാനം 6 കാര്യങ്ങൾക്ക് നന്ദി പറയുക. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതിനൊക്കെ വൈകുന്നേരം നന്ദി പറയുക. കൃതജ്ഞത ചെയ്തുകൊണ്ടേയിരിക്കുക.
ജീവിതത്തിൻ്റെ പ്രകാശത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നു എന്നാണ് കൃതജ്ഞത പറയുന്നത്. ജീവിതത്തിലേക്കുള്ള പ്രകാശത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നു കൃതജ്ഞതയിലൂടെ. കൃതജ്ഞതാ മനോഭാവം അത്രയും വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൃതജ്ഞതയ്ക്ക് വേണ്ടി തയ്യാറാകും. ഒറ്റ കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വപ്നങ്ങളെ പിന്തുടരുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് ആ സ്വപ്നങ്ങളുടെ ഭാഗമായി നിങ്ങൾ മാറുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത്, എനിക്ക് ആ സ്വപ്നമുണ്ട്, അത് ലഭിച്ചാൽ ഞാൻ സന്തോഷവാനാകും എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതല്ല യഥാർത്ഥ അവസ്ഥ. ആ സ്വപ്നത്തിൽ നിങ്ങൾ ജീവിക്കുക. അപ്പോൾ ആ വൈബ്രേഷനുകൾ നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോഴാണ് പ്രപഞ്ചം അതിനുള്ള വാതിലുകൾ നിങ്ങൾക്കായി തുറന്നു നൽകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ദിവസമാണെന്ന് 6/6 എന്നുള്ള പോർട്ടൽ ഇതാ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായി ശ്വസിക്കുക, വിശ്വസിക്കുക, അതായിത്തീരുക. നിങ്ങളിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാറ്റത്തിന്റെ തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്നു മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊള്ളുക. താങ്ക് യു. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടുവരാമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി.